സിനിസ്ഥാൻ വെബ്സൈറ്റ് 2018 ഒരു ബെസ്റ്റ് സ്റ്റോറി ടെല്ലറിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തില് നമ്മളുടെ രാജ്യത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള തിരക്കഥകളും ഉണ്ടായിരുന്നു. അവിടെ 2ാം സ്ഥാനം നേടിയ തിരക്കഥ ആമീർ ഖാന് ഭയങ്കര ഇഷ്ടപ്പെടുകയും അദ്ദേഹം ആ ഒരു തിരക്കഥ നിർമ്മിക്കുമെന്ന് ഉറപ്പു തരികയും ചെയ്തിരുന്നു. ആ തിരക്കഥയുടെ പേരാണ് ലാപത ലേഡീസ്. എന്നാൽ അവിടെ 1ാം സ്ഥാനം നേടിയ തിരക്കഥ എന്ന് പറയുന്നത് ഒരു മലയാളിയുടേതായിരുന്നു. മറ്റാരുടെയല്ല, ക്രിസ്റ്റോ ടോമി. മലയാളക്കരയെ മുഴുവനും ഞെട്ടിച്ച കൊലപാതക പരമ്പരയായിട്ടുള്ള ജോളി, കൂടത്തായി ജോളിയുടെ ആ ഒരു ഡോക്യുമെന്ററി ചെയ്തതും ക്രിസ്റ്റോ ടോമി തന്നെയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മലയാള തിരക്കഥയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു എന്ന് പറഞ്ഞു. ആ തിരക്കഥയാണ് ഉള്ളൊഴുക്ക്. ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ എന്നെ സ്നേഹിച്ചു. നീ എന്റെ കൂടെ നിൽക്കണമെന്ന് എന്റെ ആഗ്രഹം. എത്ര കാക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കുടുംബക്കല്ലറയിലെ അവനെ അടക്കാനെ പറ്റുന്നു. അടുത്ത കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യാ പറ്റി. നിനക്ക് ഇഷ്ടമുള്ളടത്ത് നിനക്ക് പോവാം. എന്റെ മോന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നിന്റെ കെട്ടിയന് ഈ തണുത്ത് വലിച്ചിവിടെ കിടക്കും. കല്യാണം കഴിച്ചാൽ മാത്രം കെട്ടിയിടാവൂ. സിനിമ ആക്ച്വലി ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ എന്ന് തന്നെ പറയാം. ഇതിൽ നമുക്ക് ഏറ്റവും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഉർവശി ചേച്ചിയുടേത്. മാത്രമല്ല പാർവതിയും അതുപോലെ തന്നെ നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ ഒരു സിനിമയിലില്ല. ബട്ട് ഇതിന്റെ ഒരു ബ്യൂട്ടി ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല കുട്ടനാട് പോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം, അതും 2018 ഒരു പ്രളയ സമയം, ഇതിനൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യ മനസ്സുകളുടെ ഉള്ളൊഴുക്കാണ്. അതായത് ഇമോഷണലി നമ്മൾ വളരെയധികം ഈ ഒരു സിനിമയിൽ ഇതിലെ ഓരോ കഥാപാത്രമായിട്ട് കണക്റ്റഡ് ആവുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മാത്രമല്ല ഉർവശി എന്ന് പറയുന്ന അവരുടെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ കഥാപാത്രത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിലാണ് പാർവതിയുടെയും. അതായത് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സിനിമ ഇതിലെ കഥാപാത്രങ്ങളുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കഥ പറയാൻ സാധിക്കും. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു ടൈമില് അതിലുള്ള കഥാപാത്രങ്ങളുടെ ഒപ്പം തന്നെ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരായിട്ടുള്ള നമ്മൾ ജീവിക്കുകയാണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ഷെഹനാദ് ജലീൽ ചെയ്തിട്ടുള്ളത്. ഫിലിം ഫെസ്റ്റില് മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തില് 12 സിനിമകൾ തിരഞ്ഞെടുത്തു. പക്ഷെ അതില് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഇല്ല. അത് ആ ഒരു സിനിമയോട് കാണിച്ച ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറയുന്നത്. ഇത് നമുക്ക് ഓരോ മലയാളിക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ കണ്ട ആർക്കും അത് മറക്കാൻ സാധിക്കില്ല. വലിയൊരു എക്സ്പീരിയൻസ് അനുഭവമാണ്. എന്നെ ഈ സിനിമയിൽ ഏറ്റവും ആകർഷിച്ചത് വെള്ളപ്പൊക്കമാണ്. അതിനെ ഒരു കഥാപാത്രമാക്കിയിരിക്കുകയാണ് സിനിമയിൽ. വെറുതെ ഒരു മഴ കാണിക്കുകയല്ല ചെയ്യുന്നത്. ആ മഴ കാരണം മരിച്ച ഒരാളെ അടക്കാൻ പോലും സാധിക്കുന്നില്ല. അത് കൃത്രിമമായി ഉണ്ടാക്കിയതല്ല, അനുഭവമാണ്. അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നി. ഇതിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന തറവാട്ടിലെ അനുഭവങ്ങളിൽ പറയാതെ പോകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഈ ക്ലാസ് ഡിഫറൻറ്റ് മനുഷ്യരെ കാണുന്ന രീതികളൊക്കെ, അതിലാകെ അനുഭവിക്കുന്ന ആശ്വാസം ആ അമ്മായിയമ്മയാണ്. അവർ പാർവതി ആ കഥാപാത്രത്തിന് വളരെ മികച്ചതായിരുന്നു. എനിക്ക് ആ സിനിമയിലെ വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രം രോഗിയായിട്ടുള്ള ഭർത്താവാണ്. വളരെ മോശമായ തരത്തിലുള്ള അവഗണനയാണ് ഉള്ളൊഴുക്ക് നേരിട്ടത്. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലേക്ക് 12 സിനിമകൾ എടുത്തിട്ടും ഈ സിനിമയെ എടുത്തിട്ടില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള സെലക്ഷനാണ് ഇവർ നടത്തുന്നത്? എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ടാണ് ഞാൻ ആ കത്ത് മന്ത്രിക്ക് എഴുതി അയച്ചത്. ഉള്ളൊഴുക്ക് പോലെ മികച്ച ഒരു സിനിമയെ ചലച്ചിത്രമേളകൾ തഴഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്.